ഹലോ. ഇന്ന് നമ്മൾ അടുത്തൊരു ലീഗൽ മാക്സിമാണ് നോക്കുന്നത്. എക്സ് ടർപ്പി കോസ നോൺ ഒറീറ്റർ ആക്ഷ്യോ. ഇറ്റ് മീൻസ് നോ ആക്ഷൻ അറൈസസ് ഫ്രം എൻ അൺലോഫുൾ കോസ്. ഒരു അൺലോഫുൾ കോസിൽ നിന്ന് ഒരു ആക്ഷനും എറൈസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഒരു ലീഗൽ റെമഡി ഒന്നും ലഭിക്കില്ല എന്നാണ് ഈ ഒരു മാക്സിം വഴി ഉദ്ദേശിക്കുന്നത്. In simple words, a person cannot claim compensation or a legal remedy when the claim is based on their own illegal or immoral conduct. എന്താണ് ഒരു വ്യക്തിക്ക് അയാളുടെ സ്വയമായിട്ടുള്ള എന്തെങ്കിലും നിയമവിരുദ്ധമോ അല്ലെങ്കിൽ ഇമ്മോറലോ ആയിട്ടുള്ള ഒരു കണ്ടക്റ്റ് മൂലമാണ് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ അയാൾക്ക് ഒരു ലീഗൽ റെമഡിയോ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷനോ ഒന്നും ആവശ്യപ്പെടാൻ പറ്റില്ല. ഇതാണ് പറയുന്നത് ഈ ഒരു മാക്സിമിൽ. നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ തരാം, നിങ്ങൾ സി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എനിക്ക് തട്ടിക്കൊണ്ടു തരണം എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ബി ആ സി എന്ന ആളെ തട്ടിക്കൊണ്ടു വന്നിട്ട് എക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 5 ലക്ഷം രൂപയാണ് എ ബിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബി സീനെ പിടിച്ച് എയുടെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അയാൾക്ക് ആ പറഞ്ഞ പൈസ കൊടുത്തില്ല. അങ്ങനെ ഈ ബി കോടതിയിൽ ചെന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാണ്, ഇയാൾ പറഞ്ഞ പണം തന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താണ് അവർ ചെയ്തതൊരു ഇല്ലീഗൽ ആക്റ്റാണ്. അപ്പോൾ അയാൾക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഈ ഒരു മാക്സിമം ആയിട്ടുള്ള എക്സ് ടർപ്പി കോസ നോൺ ഒറീറ്റർ ആക്ഷ്യോ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 എസെൻഷ്യൽസ് എന്താണെന്ന് നോക്കാം. The first essential is there must be an unlawful cause. The conduct must be illegal or against public policy. എന്താണ് അവിടെ ഒരു അൺലോഫുൾ കോസ് ഉണ്ടായിട്ടുണ്ടാവണം. ആൻഡ് ദ കണ്ടക്ട് മസ്റ്റ് ബി ഇല്ലീഗൽ ഓർ എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി. നമ്മുടെ സമൂഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് വേണം, അതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ആയിരിക്കണം അവിടെ ചെയ്തിട്ടുണ്ടാവണം. ദെൻ ദർ മസ്റ്റ് ബി ഹാം റിസൾട്ടിങ് ഫ്രം ദാറ്റ് അൺലോഫുൾ കണ്ടക്റ്റ്. ആ ഒരു അൺലോഫുൾ കണ്ടക്റ്റിൽ നിന്ന് എന്താണ് ഒരു ഹാമും സൊസൈറ്റിക്ക് സംഭവിച്ചിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഇതിനെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരേ ആൾ മദ്യപിച്ച് വാഹനം ഓടിക്കുകയാണ്. അങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് അയാളൊരു ആക്സിഡൻറ്റിൽ പെടുകയും ചെയ്തു. ആ ആക്സിഡൻറ്റിന് ശേഷം അയാൾക്ക് എനിക്ക് കോമ്പൻസേഷൻ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇഞ്ചുറി പറ്റി, അതുകൊണ്ട് എനിക്ക് പണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്താൽ അയാൾക്ക് അത് ലഭിക്കില്ല. കാരണം എന്താ, അയാൾ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത്. അപ്പോൾ അവിടെ ഈ ഒരു മാക്സിമാണ് നമ്മൾ യൂസ് ചെയ്യുക. ദ എക്സ് ടർപ്പി കോസ നോൺ ഒറീറ്റർ ആക്ഷ്യോ. ഈ ഒരു മാക്സിമാണ് അവിടെ യൂസ് ചെയ്യുക. കാരണം അയാളുടെ തന്നെ ഇല്ലീഗലായിട്ടുള്ളൊരു ആക്ട് മൂലമല്ലേ അയാൾക്ക് അവിടെ പരിക്ക് പറ്റിയത്. അതുകൊണ്ട് അയാൾക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൽ വരുന്ന 2 കേസ് ലോസ് ആണ് ഹോൾമാൻ വേഴ്സസ് ജോൺസൺ. ഈ ഒരു കേസിൽ ഹോൾമാൻ എന്ന് പറഞ്ഞ ആൾ ഫ്രാൻസിലുള്ളതാണ്. ഡൺകിർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അങ്ങനെ അവിടെ ചായ, ടീ എന്ന് പറയുന്ന സാധനം അവർ വിൽക്കുകയാണ്. ഈ ചായ വിൽക്കുമ്പോൾ ഫ്രാൻസിൽ അതൊരു ലീഗലാണ്. ഈ ചായ വിൽക്കുന്നത് ഒരു ലീഗലായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഈ ജോൺസൺ എന്ന് പറയുന്ന ആൾ ഈ ഒരു ചായപ്പൊടി അല്ലെങ്കിൽ ഈ ചായ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ടു പോകാനാണ് അയാളത് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഈ ചായ പൊടി വിൽക്കുന്നത് എന്താണ്, ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹോൾമാൻ ഈ ജോൺസന് ചായപ്പൊടിയുടെ ഈ സംഭവം കൊടുക്കുമ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഫ്രാൻസിൽ നിന്നാണ്. പക്ഷേ ഈ ജോൺസൺ ഇത് ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ടുപോകും, സ്മഗിൾ ചെയ്ത് കൊണ്ടുപോകുമൊക്കെ ഈ ഹോൾമാനെ അറിയും ചെയ്യായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഈ ജോൺസണ് ഹോൾമാന് ക്യാഷ് കൊടുത്തില്ല. അങ്ങനെ അയാൾക്ക് കിട്ടാനുള്ള ബാക്കി പണം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ കേസ് ഫയൽ ചെയ്യണത്. പക്ഷേ ഇവിടെ എന്താണ്, ജോൺസൺ ചെയ്തത് ഒരു ഇല്ലീഗൽ ആക്റ്റാണ്. കാരണം ഇംഗ്ലണ്ടിൽ ഇത് പ്രൊഹിബിറ്റഡ് ആണ്. ഈ ടീ വിൽക്കണത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അയാൾക്ക് അയാളുടെ പണം തിരിച്ച് കിട്ടുമോ ഇല്ലേന്നൊക്കെ ഒരു പ്രശ്നമായിട്ട് വന്നത്. പക്ഷേ ഇവിടെ ഈ ഹോൾമാനും ജോൺസണും ഈ കോൺട്രാക്റ്റ് ഫുള്ള് നടത്തിയത് ഫ്രാൻസിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഹോൾമാന് അതിലൊന്നും യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് അയാൾക്ക് കോമ്പൻസേഷൻ ആയിട്ട് അയാളുടെ പണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കോടതി വിധിക്കും ഈ ഒരു കേസിൽ.
പക്ഷേ ഇവരെന്താണ് ഈ ജോൺസണും ഹോൾമാനും ഇത് ഇംഗ്ലണ്ടിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു കോമ്പൻസേഷൻ അയാൾക്ക് ലഭിക്കില്ല. കാരണം അവിടെ ഒരു ഇല്ലീഗൽ ആക്റ്റ് ആണ് അവിടെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ എക്സ്റ്റർപിക്കോസ നോൺ ഒറീറ്റർ ആക്ഷ്യോ എന്ന ഈ ഒരു മാക്സിം അവിടെ യൂസ് ചെയ്തിട്ട് അയാൾക്കത് ലഭിക്കില്ല. പക്ഷേ ഇവിടെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഫ്രാൻസിലായതുകൊണ്ട് ഇവിടെ അവർക്ക് കോമ്പൻസേഷൻ ലഭിക്കുന്നുണ്ട്. അടുത്തൊരു കേസിലുമാണ് പിയേഴ്സ് വേഴ്സസ് ബ്രൂക്സ്. ഇവിടെ ഈ പിയേഴ്സ് എന്ന് പറയുന്ന ഒരാൾ ഒരു കാരേജ് മാനുഫാക്ചററാണ്. അപ്പോൾ അയാളൊരു കുതിരവണ്ടി പോലത്തെ ഒരു യാത്രയ്ക്ക് പറ്റുന്ന ഒരു വാഹനമാണ്. ആ ഒരു വാഹനം ബ്രൂക്സ് പറഞ്ഞ ഒരാൾക്ക് കൊടുക്കുകയാണ്. ഈ ബ്രൂക്സ് എന്ന് പറഞ്ഞ ആൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടുമാണ്. ഇങ്ങനെ ഈ ബ്രൂക്സിന് ഇയാൾ ഈ വണ്ടി കൊടുക്കുമ്പോൾ അയാൾക്ക് മാസം പൈസ തരാം, ആ വണ്ടി യൂസ് ചെയ്യണതിന് മാസം പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഷെൽട്ടർ പോലുള്ള സംഭവം കൊടുക്കുക. പക്ഷേ ഇയാൾക്ക് അറിയായിരുന്നു, ഈ പിയേഴ്സിന് അറിയായിരുന്നു ബ്രൂക്സ് ഇത് അയാളുടെ പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ യൂസ് ചെയ്യുന്നതും അത് ഇമ്മോറൽ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നതൊക്കെ അയാൾക്ക് അറിയായിരുന്നു. എന്നിട്ടുമാണ് അത് കൊടുത്തത്. പിന്നെ ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രൂക്സ് ഇയാൾക്ക് പണം അടയ്ക്കാണ്ടായി. അങ്ങനെ പിയേഴ്സ് ഒരു കേസ് സ്യൂട്ട് ചെയ്യാണ്. അയാൾ പണം എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കുമ്പോൾ ഇവിടെ ഈ ഒരു മാക്സിം എക്സ്റ്റർപിക്കോസ നോൺ ഒറീറ്റർ ആക്ഷ്യോ എന്ന ഈ ഒരു മാക്സിമാണ് അപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ എന്താണ്, ഈ പിയേഴ്സ് ബ്രൂക്സിന് അയാളുടെ ആ സ്ഥലം കൊടുത്തത് എന്താണ്, ഒരു ഇമ്മോറൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ അയാൾക്ക് ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ട് കോടതി വിധിക്കുകയാണ്. അയാൾക്ക് ലീഗൽ റെമഡി ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. ഇതാണ് ഈ ഒരു കേസ് ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാക്സിം ആയിട്ടുള്ള എക്സ്റ്റർപിക്കോസ നോൺ ഒറീറ്റർ ആക്ഷ്യോയിൽ വരുന്നത്. നമ്മുടേതായിട്ടുള്ള ഒരു തെറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റ് മൂലം ഒരു ലീഗൽ ഡാമേജോ അല്ലെങ്കിൽ ഒരു ലീഗലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ ഒന്നും ലഭിക്കില്ല എന്നാണ് ഈ ഒരു മാക്സിമിൽ പറയുന്നത്.